വിശംസിയേക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സാലമാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 239 സന്ദേശം. ഏറ്റവും നിസ്സാരമായ പാപം മൂലമോ ശ്രേഷ്ഠമല്ലാത്ത പ്രവൃത്തി വഴിയോ ബോധപൂർവവും മനഃപൂർവ്വമായി ഒരിക്കലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കാനുള്ള കൃപ നൽകുവാൻ കർത്താവിനോട് ഞാൻ യാചിച്ചു. ദൈവമേ, അങ്ങയെ വേദനിപ്പിക്കാതിരിക്കുവാൻ മനുഷ്യനെന്ന നിലയിൽ, ബലഹീനനെന്ന നിലയിൽ എനിക്ക് സാധിക്കില്ല. എങ്കിൽ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ എനിക്കതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. ഈശോയുടെ വചനം നമുക്ക് ഓർമ്മിക്കാം, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പൗലോസ്ലീഹായോടൊപ്പം നമുക്ക് പറയാം, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ ആഗ്രഹിക്കുന്ന നന്മയെ കഴിഞ്ഞും ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കർത്താവെ, അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ്. നിന്റെ ശക്തി എന്നിൽ പ്രകടമാവട്ടെ. നീ തന്നെ നിന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഉള്ള വിവേകവും ജ്ഞാനവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമേ. ഞാൻ നിന്റെ സൃഷ്ടിയാണ്, നിന്നെ കൂടാതെ എനിക്കൊന്നുമില്ല. നീ തരുന്ന പരിശുദ്ധാത്മാവാണ് എന്നെ ശക്തനാക്കുന്നത്. നീ തരുന്ന പരിശുദ്ധാത്മാവാണ് എൻ്റെ ബലഹീനതകളെ പരിഹരിക്കുന്നത്. നിന്റെ പരിശുദ്ധാത്മാവില്ലാതെ ഞാൻ എത്ര ബലഹീനയും എത്ര മുറിവേൽക്കുന്നവളുമാണ്, എത്ര മുറിവേൽപ്പിക്കപ്പെടാവുന്നവളാണ് എന്ന് അങ്ങേക്കറിയാമല്ലോ. എൻ്റെ ഈശോയെ, ഈ ബോധ്യത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ കൂടാതെ അങ്ങയെ വേദനിപ്പിക്കാതിരിക്കാൻ പോലും ഞങ്ങൾക്കാവില്ല. അങ്ങയെ കൂടാതെ ഞങ്ങളെ തന്നെ വേദനിപ്പിക്കാതിരിക്കാൻ പോലും ഞങ്ങൾക്കാവില്ല. അങ്ങയില്ലാതെ, അങ്ങയിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവില്ലാതെ ഞങ്ങൾ ഒന്നുമല്ല. അങ്ങയുടെ വിലയാൽ പിതാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവില്ലാതെ ഞങ്ങൾ ഒന്നുമല്ല. ഞങ്ങൾ ബലഹീനതയും ഞങ്ങളെപ്പോഴും പരാജയപ്പെടുന്നവരും മാത്രമാണ്. കാരണം നീ തന്നെ ഞങ്ങളിൽ നിറയുന്നു. നിന്നെ പൂർണ്ണമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളല്ല, ഞങ്ങളിൽ നീ ജീവിക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളിലും, എല്ലാ വീഴ്ചകളിലും, എല്ലാ പോരായ്മകളിലും അങ്ങ് കൂടെ വസിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കണമേ. അങ്ങയുടെ മഹത്വമായിട്ട്, അങ്ങയുടെ പ്രകാശമായിട്ട് ഞങ്ങളുടെ ശൂന്യതകൾ നിറയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.